പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായം 8-ാം വാക്യം. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. പ്രിയ മക്കളെ, രാവിലെ കാലം കർത്താപ്പച്ചനോട് നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, നമ്മൾ യാചിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം നൽകി തരുന്ന അപ്പൻ ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഹന്നയുടെ പ്രാർത്ഥന നമുക്കറിയാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ഹന്ന പ്രാർത്ഥിച്ചത് എങ്ങനെയാ? ആ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവളുടെ യാചനയ്ക്ക്, അവളുടെ നിലവിളിക്ക് ഹല്ലേലൂയ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്, അവൾ മനോവ്യസനത്തോടെയാ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മളുടെ ഹല്ലേലൂയ ഹൃദയം അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. നോക്കൂ, ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് വളരെ കരയുവാൻ, മനോവ്യസനത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ നിലവിളിക്കുവാൻ, പറയുവാൻ ഒരേ ഒരിടം മാത്രമാ, അത് യഹോവയുടെ സന്നിധി മാത്രമാ. പ്രീതി മക്കളെ, ഹന്നയുടെ പ്രാർത്ഥനയുടെ 1-ാമത്തെ പ്രത്യേകത, അവൾ മനോവ്യസനത്തോടെയാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞുണ്ട്, അവൾ നേർച്ച നേർന്നുകൊണ്ടാ പ്രാർത്ഥിച്ചത്. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ചൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ അവളുടെ ജീവിതത്തിലെ മനോവ്യസനത്തോടെ അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന ഹല്ലേലൂയ ഒരു നേർച്ച നേർന്നുകൊണ്ടാണ് അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, 13-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും, അവൾ വിട്ടുകളയാതെ തുടർച്ചയായിട്ട് അവൾ എന്താവശ്യം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വെച്ചോ, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവളെ ഹല്ലേലൂയ അറിയാം. ഹല്ലേലൂയ. അവിടെ ഏലി പുരോഹിതൻ അവിടെ പറയുന്നുണ്ട്, നീ എന്തിനാ വീഞ്ഞു കുടിച്ചിരിക്കുകയാണോ? നിന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ, നിന്റെ അതരം അനങ്ങുന്നതല്ലാതെ ശബ്ദം കേൾക്കുന്നില്ല, നീ എന്താ ചെയ്യുന്നേ? ഹല്ലേലൂയ. അവൾ അതൊന്നും കൂട്ടാക്കിയില്ല. പ്രിയ മക്കളെ, അവൾ തുടർച്ചയായി ദൈവസന്നിധിയിൽ ഇരുന്ന് അവൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഏലി പുരോഹിതൻ പറയുന്നുണ്ട്, അതായത് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. പിന്നീട് കാണാം, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ, അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോടെ നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ മക്കളെ, നോക്കൂ, ഏത് വിഷയത്തിന് വേണ്ടി അവൾ ദൈവസന്നിധിയിൽ മനോവ്യസനത്തോടെ നേർച്ച നേർന്നുകൊണ്ട് തുടർച്ചയായിട്ട് അവൾ പ്രാർത്ഥിച്ചോ, അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. അവിടെ ഏലി പുരോഹിതൻ അവളെ കുറിച്ച് ഹല്ലേലൂയ പലതും നിരൂപിച്ചെങ്കിലും പലതും വിചാരിച്ചുവെങ്കിലും ആ ഏലി പുരോഹിതൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നിന്റെ വിഷയത്തിന് മറുപടി നിനക്ക് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ നേർച്ച നേർന്നുകൊണ്ട് മനോവ്യസനത്തോടെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. നോക്കൂ, 1-ാം അധ്യായത്തിന്റെ തന്നെ 28-ാം വാക്യത്തിൽ അവൾ എന്ത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ 20 മുതലുള്ള വാക്യത്തിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ ആ നേർച്ച നേർന്നത് തന്നെ അവൾക്ക് ലഭിപ്പാൻ ഇടയായി തീർന്നത് നമുക്ക് കാണാം. 20-ാം വാക്യത്തിൽ, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവനെ ശമൂവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ.
ഏത് വിഷയത്തിന് വേണ്ടി അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞോ, അവൾ ഒരു മകന് വേണ്ടിയാ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞപ്പോൾ അപ്പൻ അവൾക്ക് ഒരു മകനെ നൽകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ നേർന്നത് അവൾ നിവർത്തിക്കുന്നു. 1-ാം അധ്യായം 27-28 വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. പ്രിയ മക്കളെ, പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലതും നമ്മൾ നേരുന്നുണ്ടെങ്കിലും അത് നമുക്ക് നിവൃത്തിയാകുമ്പോൾ ദൈവസന്നിധി അത് നമ്മൾ ആ നേർന്നത് നിവർത്തിക്കുവാൻ മറന്നു പോകുന്നു. അല്ലെങ്കിൽ മറന്നുപോയില്ലെങ്കിൽ തന്നെ അത് നിവർത്തിക്കാതെ നമ്മളെ, ഹല്ലേലൂയ, നമ്മുടെ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് നമ്മളത് ഇല്ലാതാക്കുവാൻ നോക്കുന്നു. ഹല്ലേലൂയ. ഇവൾ പക്ഷേ അവൾ ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു ബാലന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് അവൾക്ക് ലഭിച്ചപ്പോൾ അവൾ പറഞ്ഞത് തന്നെ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ അപ്പന്റെ സന്നിധിയിൽ നേരുന്നത് നിവർത്തിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരാതിരിക്കണം. ഹല്ലേലൂയ. 3-ാം അധ്യായം 19-20 വാക്യത്തിൽ പ്രാർത്ഥനയുടെ മകനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേൽ 3-19-20 വാക്യത്തിൽ ഇപ്രകാരം വായിക്കാൻ കഴിയുന്നു. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലിലൊക്കെ, ഹല്ലേലൂയ, വിശ്വസ്ത പ്രവാചകനായി തീരുവാൻ ഈ ശമൂവേലിനെ കർത്താപ്പച്ചനെടുത്ത് ഉപയോഗിച്ചു. പ്രിയ മക്കളെ, നമ്മൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അപ്പന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മെ കൈവിടുന്ന അപ്പനല്ല. ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്ക് വിശ്വസ്തയോടെ ഇനിയുള്ള ജീവിതവും മുന്നോട്ട് പോവാം. കർത്താവ് നമ്മെ കൈവിടുകയില്ല. നിങ്ങൾ ഏത് വിഷയത്തിനു വേണ്ടി അപ്പന്റെ സന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്നു, ഈ ഹന്നയെ പോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൾക്ക് പ്രതിയോഗിയായിട്ട് പലരും ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഭർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ, ഹല്ലേലൂയ, എത്ര മക്കളെക്കാളും, ഹല്ലേലൂയ, 7 മക്കളെക്കാളും ഞാൻ 10 പുത്രന്മാരെക്കാൾ നിനക്ക് നന്നല്ലയോ? ഞാൻ നിനക്കൊരു ഭർത്താവായിട്ടില്ലേ? പിന്നെ എന്തിനാണ് നീ ഒരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ നീ പട്ടിണിയൊക്കെ കിടക്കുന്നത്, ഇങ്ങനെ പ്രയാസപ്പെടുന്ന എന്തിനാ? പക്ഷേ അവൾ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു. പ്രിയ മക്കളെ, എനിക്കിതൊന്നുമല്ല വേണ്ടുന്നേ, എനിക്കൊരു ബാലനെ വേണം. ഹല്ലേലൂയ. കരയുന്ന മക്കൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്ന അപ്പന. ഏത് വിഷയത്തിന് വേണ്ടി നിങ്ങൾ നിലവിളിക്കുന്നോ അതിന്മേൽ പ്രവർത്തിക്കുന്നേ അപ്പന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. പ്രാർത്ഥന കേൾക്കാതെ വണ്ണം കർത്താവിന്റെ ചെവി മന്ദമായിട്ടില്ല. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. നമ്മെ കൈവിടാത്ത അപ്പന്റെ കരം ഇന്നും നമ്മളോട് കൂടെയുണ്ട്. ചേർത്ത് പിടിക്കുന്ന അപ്പനോട് നമുക്കായി തീരാം. അപ്പൻ നമ്മളെ കൈവിടുകയില്ല. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ അവർ ഏത് വിഷയത്തിന്മേൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയോടെ, അപ്പ നിലവിളിയോടെ, പ്രയാസത്തോടെ, വ്യസനത്തോടെ അപ്പന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അപ്പച്ചനാണ് ഉള്ളത് അറിയുന്നത്. ഹല്ലേലൂയ. ഏത് മനുഷ്യന്റെ അവസ്ഥ അപ്പൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടുന്ന് പ്രവർത്തിക്കണം, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. വിശ്വാസം വർദ്ധിക്കുവാൻ, എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ ഓരോ മക്കളെയും വീണ്ടും ഇടയാക്കണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, നമുക്ക് അപ്പനോട് ചേർന്ന് മുന്നോട്ട് പോകാം. നമ്മളെ ചേർത്ത് പിടിക്കുന്ന അപ്പന്റെ കരം ഇന്ന് നമുക്ക് വേണ്ടി നീട്ടിയിരിക്കുക. കർത്താവിന്റെ കരങ്ങളിൽ നമുക്കായി തീരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.